ഒരു മാഷ് കുറേ കാലങ്ങൾ കഴിഞ്ഞ് അയാളുടെ ഒരു സ്റ്റുഡൻറ്റിനെ കണ്ട ഒരു കഥ ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ കേട്ടതായിരിക്കാം. കുറേ കാലം കഴിഞ്ഞിട്ടാണ് മാഷ് കാണുന്നത്. ഈ പഴയ വിദ്യാർത്ഥി ഇപ്പോൾ വലിയ മനുഷ്യനായി, വലിയ ആളായിട്ടുണ്ട്. അപ്പൊ ഇവന് മാഷെ കണ്ടപ്പോഴേ മനസ്സിലായി. പക്ഷെ മാഷക്ക് എത്ര ആലോചിച്ചിട്ട് ഇവനെ മനസ്സിലാവില്ല. മാഷക്ക് എത്ര ആലോചിച്ചിട്ട് ഇവനെ മനസ്സിലാവില്ല. അപ്പൊ ഇവന് പല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാഷെ, എൻ്റെ പേര് അതാണ്, ഞാൻ ഇവിടുന്ന് വരികയാണ്, എൻ്റെ അച്ഛൻ്റെ പേര് ഇതാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടൊന്നും മാഷക്ക് മനസ്സിലാവില്ല. അപ്പൊ ഇവന് അവസാനം അവനെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പറഞ്ഞു. ഇത് പറഞ്ഞു, മാഷെ അത് പറഞ്ഞാല് മാഷക്ക് എന്നെ മനസ്സിലാവും. പക്ഷെ അതത്ര നല്ല കഥയൊന്നും അല്ല, അതാ പ്രശ്നം. ഇവൻ പറഞ്ഞു, മാഷെ എൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവൻ്റെ വാപ്പ ഗൾഫിലായിരുന്നു. അപ്പൊ അവന് നല്ലൊരു വാച്ച് കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. ആ വാച്ചും കൊണ്ടാണ് അവൻ ക്ലാസ്സിൽ വന്നത്. ഉച്ചയായപ്പോഴേക്ക് വാച്ച് കാണാൻ മാഷ് വന്നിട്ട് മാഷിക്ക് മനസ്സിലായി വാച്ച് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല, ഏതൊരു കുട്ടി എടുത്തതാണെന്ന് മാഷിക്ക് മനസ്സിലായി. അപ്പൊ മാഷ് എന്താ ചെയ്തതെന്ന് അറിയോ? ഞങ്ങളെല്ലാവരും എഴുന്നേൽപ്പിച്ചു നിർത്തി. എനിക്ക് ഓർമ്മയുണ്ട്. എന്നിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ കണ്ണടക്കാൻ പറഞ്ഞില്ലേ? മാഷെ, ഞങ്ങളോട് എല്ലാവരോടും കണ്ണടക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കണ്ണടച്ച്. എന്റെ മാഷ് ഞങ്ങളെ ഇങ്ങനെ വന്ന് പരിശോധിച്ച് ഒരാളുടെ കീശയിൽ നിന്ന് അത് കിട്ടി. മാഷക്ക് അത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടടാ, ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. മാഷെ, അതെന്റെ കീശയിൽ നിന്നിരുന്നു കിട്ടി, അത് ഞാനായിരുന്നു എടുത്തത്. ഇപ്പൊ മാഷക്ക് മനസ്സിലായില്ലേ? മനസ്സിലായി, ആ സംഭവമൊക്കെ മനസ്സിലായി. പക്ഷെ നിന്നെ എനിക്ക് ഓർമ്മയില്ലടാ. ഇത്രയൊക്കെ പറഞ്ഞിട്ട് മാഷക്ക് ഓർമ്മയില്ലേ? ഇല്ല. അതെന്താ മാഷെ അങ്ങനെ? അപ്പൊ മാഷ് പറഞ്ഞു, എടാ, നിങ്ങളോട് എല്ലാവരോടും ഞാൻ കണ്ണടക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? നിങ്ങളെ കൂട്ടത്തിൽ ആരാണ് മോഷ്ടിച്ചത് എന്ന് നിങ്ങൾ ആരും അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് ഞാനും കണ്ണടച്ചു. എനിക്കറിയണ്ട എൻ്റെ കുട്ടികളുടെ കൂട്ടത്തിൽ ആരാണ് കള്ളനെന്ന് എനിക്ക് അറിയണ്ട. അതുകൊണ്ടാണ് എനിക്ക് നിന്നെ ഓർമ്മയില്ലാത്തത് എന്ന്. അവനൊന്നും പറയാൻ കിട്ടിയില്ല. അവൻ ആ മാഷ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചിട്ട് കരഞ്ഞു നിന്നു. ഒരു 14-13 വയസ്സ് മുതൽ ഒരു 50-60 വയസ്സ് വരെ ഒരു പെണ്ണ് സ്ത്രീ ആയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട്, ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അവൾ അനുഭവിക്കുന്ന മനസ്സിന്റെ ആകുലതകൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കും. നമുക്കറിയില്ല. അവര് ചിലതൊക്കെ പറയും, പ്രകടിപ്പിക്കും. കഴിഞ്ഞ ആഴ്ച പോലെ അല്ലട്ടോ ഈ ആഴ്ച, ഞാൻ ആകെ താളം തെറ്റുന്നുണ്ട്, എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എൻ്റെ ശരീരമാകെ തളരുന്നുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. എന്താ കാരണം? ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം. ഉള്ളിലൊരു ഗർഭപാത്രമുണ്ട് എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ഒരു പെണ്ണ് താണ്ടേണ്ടി വരുന്ന പാതകൾ, കഠിന പാതകൾ എന്തൊക്കെയാണെന്നറിയോ? എന്തെല്ലാം മൂഡ് സ്വിങ്സിലൂടെ കടന്നു പോകണമെന്നറിയോ? എന്തെല്ലാം സ്ട്രെസ്സിലൂടെ കടന്നു പോകണമെന്നറിയോ? അവൾക്ക് തന്നെ അവളെ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അവൾ മാറിപ്പോകുന്ന കുറച്ച് ദിവസങ്ങളുണ്ട്. ആ സമയത്ത് അവൾക്ക് എന്തായിരിക്കും? അവളുടെ കൂടെയുള്ള ആളുകളിൽ നിന്ന് വേണ്ടത് കാരുണ്യം. കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്നേഹം ജീവിതകാലം മുഴുവൻ അവളുടെ കൂടെ ഉണ്ടാവും. കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒറ്റപ്പെടലിന്റെ വേദന ജീവിതകാലം മുഴുവൻ അവളുടെ പിന്നാലെ ഉണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടിയ മനസ്സിന്റെ ഒരു മുറിവ് ജീവിതകാലം മുഴുവൻ അവളുടെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എനിക്ക് 41 വയസ്സ് കഴിഞ്ഞു. ഇത്രയും ആളുകളുടെ ഇടയിൽ വെച്ച് നിങ്ങൾ എന്നെ ഒന്ന് അപമാനിച്ചു നോക്കൂ. എന്നെ നിങ്ങൾ അപമാനിച്ചാൽ എനിക്ക് സങ്കടവും. പക്ഷെ ഒരു 10-15 മിനിറ്റ് അത് കഴിഞ്ഞാൽ ഞാനതിന്ന് പുറത്തു വരും. എങ്ങനെയെങ്കിലുമൊക്കെ ഞാനതിന്ന് രക്ഷപ്പെടും. ആ വേദന മറക്കും. അല്ലേ? 4 വയസ്സായൊരു കുട്ടിയെ നിങ്ങൾ ഇവിടെ വെച്ച് അപമാനിച്ചു നോക്കൂ. 41-ാമത്തെ വയസ്സിലും ആ സങ്കടം പറഞ്ഞ് കരയും. മരമായിരിക്കണ സമയത്ത് എന്ത് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല. അതിനെ അതിജീവിക്കാനുള്ള ഒരു കരുത്തുണ്ടാവും. ഒരു പുളിങ്കുരു ഇങ്ങനെ നനവുള്ള സ്ഥലത്ത് വെറുതെ കൊണ്ടുപോയി വെച്ചാൽ മതി. കുഴിച്ചിടൊന്നും വേണ്ട. പുളിങ്കുരുവിന് നനവ് തട്ടിയാൽ മതി, അല്ലേ? അതിങ്ങനെ തെളിർത്ത് വരും. അങ്ങനെ തെളിർത്ത് വരുന്ന സമയത്ത് ഒരു മുട്ടുസൂചി കൊണ്ട് വെറുതെ ഒരു കുത്ത് കൊടുത്തു നോക്കുന്നു. പുളിമരമായാലും ആ കുത്ത് അവിടെ തന്നെ ഉണ്ടാവും.
ഏൽക്കൂല. എന്നാ പുളിമരമായതിനു ശേഷം മുട്ടുസൂചി കൊണ്ടല്ല, മഴ കൊണ്ട് വെട്ടി നോക്കൂ. നമ്മളും മഴവും തെറിച്ചു പോകുക എന്നല്ലാതെ ആ മരത്തിനൊന്നും പറ്റില്ല. അതാണ് ഒരു കുട്ടി. ടീനേജ് പ്രായത്തിലുള്ള ഒരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ ഉണ്ടോ എന്ന് വിചാരിക്കൂ. ഒരു 13 വയസ്സ് മുതലുള്ള ആ കുട്ടി ഇങ്ങനെ അവന്റെ സ്വഭാവത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അവന് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹമാവും, ചെറിയ ദേഷ്യമൊക്കെ വരാൻ തുടങ്ങും, ചിലപ്പോൾ നിയന്ത്രിക്കാനാവാത്ത പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും, ദേഷ്യമൊക്കെ ഉണ്ടാവും. അതുവരെയുള്ള കുട്ടിയല്ല, അവനങ്ങനെ മാറാൻ തുടങ്ങും. ആ പേരൻസ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ പറയൂലേ നമ്മളോട്, 7ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കുട്ടി ആകെ മാറി, എന്താണെന്നറിയില്ല, ഒരു കല്യാണത്തിന് വിളിച്ചാൽ വരില്ല, ഞങ്ങളുടെ കൂടെ ഇരിക്കണില്ല, അവൻ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ആഗ്രഹം, ഇങ്ങനെയൊക്കെ പറയും. അവനിങ്ങനെ മാറാൻ തുടങ്ങിയിട്ടുണ്ടാവും. എന്താ കാരണം? നേരത്തെ ഒരു സ്ത്രീയെ കുറിച്ച് പറഞ്ഞില്ലേ, അവളുടെ ഉള്ളിലൊരു ഗർഭപാത്രം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ കാരണം എന്താ? അവളുടെ ഉള്ളിൽ ഹോർമോണിന്റെ ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അത്രയേ ഉള്ളൂ. ഹോർമോണിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് അവളുടെ സ്വഭാവത്തിൽ മാറ്റം വരും. ഇത് പുരുഷന്മാർക്കുണ്ടോ? ഇത് പുരുഷന്മാർക്കില്ല. ഹോർമോണിന്റെ മാറ്റങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നും പുരുഷന്മാർക്കില്ല. ഒരേ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. അതാണ് ടീനേജ് എന്ന് പറയുന്നത്. അതാണ് കുട്ടിയിൽ നിന്ന് ഒരു മുതിർന്ന ആളിലേക്കുള്ള അയാളുടെ മാറ്റം. നമ്മൾ അയാളെ കുട്ടിയായിട്ട് കാണാം, പക്ഷെ അയാളുടെ മനസ്സിൽ അയാൾ മുതിർന്ന ആളുമായിട്ടുണ്ടാവും. ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേജാണ് ശരിക്കും പറഞ്ഞാല് ഒരാളുടെ ടീനേജ് പ്രായം. ആ ടീനേജ് പ്രായത്തിലുള്ള കുട്ടി നമ്മളോട് ചോദിക്കാതെ ചോദിക്കുന്ന ഒരു കാര്യം, എന്നെ ഒന്ന് മനസ്സിലാക്കൂ എന്നാണ്. കാരണം അവന് തന്നെ അവന് മനസ്സിലാവുന്നില്ല. അവൻ വെറുതെ ദേഷ്യപ്പെടും. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് വന്നിട്ട് പറയും, എനിക്ക് എന്താണെന്നറിയില്ല, അപ്പ ദേഷ്യം വന്നു, സോറി ഇട്ടു വന്നത്. അവനെ നിയന്ത്രിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാ? അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ അവന്റെ ഉള്ളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടാ. വെറുതെ ആ കുട്ടിയെ കുറച്ചു നേരം ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ടു, ഒന്നും പറയണ്ട, ദേഷ്യപ്പെടുന്നും വേണ്ട. കുറച്ചു നേരം നമ്മൾ ആ കുട്ടിയെ, എന്റെ കുട്ടിയെ എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം ഒന്നിങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്നോക്കൂ. അവൻ നമ്മളിങ്ങനെ ഇറുകെ പിടിക്കും. കാരണം അവന് അതായിരുന്നു ആവശ്യം. ഒന്നും മിണ്ടൊന്നുമില്ല, അവൻ നമ്മളിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ വിങ്ങിപ്പൊട്ടും. കാരണം അവൻ ചോദിക്കാതെ ചോദിക്കുന്നത് നമ്മുടെ ആ ചൂടായിരുന്നു. ഏതൊരു മനുഷ്യനും വേറൊരു മനുഷ്യനിൽ നിന്ന് വേണ്ടത് ഈ കാരുണ്യമാണ്.